ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീഹരിയും കർത്ത. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോണത് നമുക്ക് ഫേസ്ബുക്കിൽ എങ്ങനെ ഒരു കസ്റ്റം URL ഉണ്ടാക്കാം. പേജിലല്ല, നമ്മുടെ പ്രൊഫൈലിൽ എങ്ങനെ കസ്റ്റം URL ഉണ്ടാക്കാമെന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈലിൽ കിട്ടുമ്പോൾ ഫേസ്ബുക്ക് തന്നെ തീരുമാനിക്കുന്ന ഒരു കസ്റ്റം URL ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ പേര് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ www.facebook.com/ ശ്രീഹരിയും കർത്ത തന്നെ ആയിരിക്കണം എന്നില്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. ശ്രീഹരി 1 2 3 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു യൂസർ നെയിമായിട്ട്, അതായത് www.facebook.com/ ശ്രീഹരിയൻകർത്ത എന്നുള്ള ഒരു കസ്റ്റം URL എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. അപ്പോൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഒരു ബ്രൗസർ തുറക്കുക. ഇപ്പം നിങ്ങളുടെ ഫോണിലുള്ള ഒരു ബ്രൗസർ തുറക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ കൊടുക്കുക. അപ്പോൾ ഫോണിൽ ക്രോം എടുക്കുക. ക്രോം എടുത്തിട്ട് ഫേസ്ബുക്ക് എടുക്കുക. അതിൽ മറ്റേതിൽ ഡയറക്റ്റ് ഫേസ്ബുക്ക് എടുക്കുക. മറ്റേ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ അപ്പോൾ ഇതിൽ മൊബൈൽ സൈറ്റാണ് വന്നതാണ്, അത് ഡെസ്ക്ടോപ്പാക്കി കൊടുക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് കൊടുക്കുക. വെറുതെ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് കൊടുത്താൽ അത് മൊബൈൽ സൈറ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. മറ്റേ ഇതിലെ ഓപ്ഷൻസ് ഒന്നും വരില്ല, കമ്പ്യൂട്ടറിലെ ഓപ്ഷൻസ് ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ facebook.com www.facebook.com തന്നെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോഴാണ് അത് കമ്പ്യൂട്ടർ സൈറ്റ് ആയത്. കമ്പ്യൂട്ടർ സൈറ്റ് ആയില്ലേ. ഇനി നമ്മൾ ഈ സൈഡിൽ പോയിട്ട് ഇവിടെ പോയിട്ട് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് നെയിം, യൂസർ നെയിം, കോണ്ടാക്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ യൂസർ നെയിം നിങ്ങൾ മാറ്റുക. യൂസർ നെയിമിൽ നിന്ന് നിങ്ങൾ എഡിറ്റ് കൊടുക്കുക. അപ്പോൾ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ യൂസർ നെയിമിൻ്റെ അവിടെ നിങ്ങൾ ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ശ്രീഹരിയൻകർത്ത ഒഫീഷ്യൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ facebook.com/ www.facebook.com/ ശ്രീഹരിയൻകർത്ത ഒഫീഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ വരും. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ പേരാണെങ്കിൽ നിങ്ങളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ പോയിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. സേവ് ചേഞ്ചസ് കൊടുക്കുമ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കുക. അപ്പോൾ പാസ്വേഡ് മേടിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ യൂസർ നെയിം സെറ്റാവും. അപ്പോൾ നമ്മൾ, അതായത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ യൂസർ നെയിം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ യൂസർ നെയിം സെറ്റായിട്ടുണ്ട്. അപ്പോൾ facebook.com/ ശ്രീഹരിയൻകർത്ത ഒഫീഷ്യൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് വരും. കണ്ടോ, എൻ്റെ അക്കൗണ്ട് വന്നു. ഇതാണ് കസ്റ്റം URL. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അവിടുത്തെ. അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.